നമ്മുടെ ലോകം ഇറങ്ങിയിട്ട് പടത്തിന് ഫുള്ളി പോസിറ്റീവ് ഒക്കെ കിട്ടിയിട്ട് പടം വേറെ റേഞ്ചിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ പടത്തിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സിനിമയിലേക്ക് അത്ര ഇറങ്ങി ചെന്നിട്ടുള്ള കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയയിൽ സിനിമയെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് കുറേ ആൾക്കാർ ആരോ ഒരാൾ ക്രെഡിറ്റ് അടിച്ചു മാറ്റുകയെന്ന് പറയുന്നു, വേറെ കുറേ ആൾക്കാർ അവരുടെ ക്രെഡിറ്റാന്ന് അവകാശപ്പെടാൻ വേണ്ടി വരുന്നു. അതുപോലെ വേറെ ഏതോ കുറേ പൊട്ടന്മാർ പ്രൊപ്പഗാണ്ട പടമാണെന്നൊക്കെ വന്ന് പറയുന്നു. ഇതിലൊന്നും പെടാത്ത നമ്മുടെ മലയാളത്തിലെ ബിഗ് ഗംസിന്റെ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുന്നു. അപ്പോൾ നമുക്കിതെല്ലാം നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പടം ഇറങ്ങിയിട്ട് പടം വേറൊരു ലെവലിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേറെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഇപ്പം തന്നെ നല്ല കളക്ഷൻ കയറുന്നുണ്ട്. അത് മാത്രമല്ല, ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പടം ഓൾമോസ്റ്റ് 100 കോടി കഴിഞ്ഞു. പടത്തിൻ്റെ കളക്ഷനൊക്കെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ഉറപ്പായിട്ടും ഒരു ഇൻഡസ്ട്രി ഹിറ്റിലോട്ടൊക്കെ പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് പടത്തിന്. അപ്പോൾ ഇങ്ങനെ നല്ല വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ക്രെഡിറ്റ് തട്ടിയെടുക്കുക എന്നുള്ള സംഭവം. ഈ ക്രെഡിറ്റ് തട്ടിയെടുക്കുക എന്ന് ആൾക്കാർ പറയുന്നത് ദുൽഖറിനെ കുറിച്ചിട്ടാണ്. കാര്യം ദുൽഖർ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ദുൽഖർ ഇതുവരെ ക്രെഡിറ്റ് വേണമെന്നെങ്കിലും പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ആൾക്കാർ കൂടുതലും ദുൽഖറിനാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. അതിന് കാരണം വേറൊന്നുമല്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്ന 2 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള നടനാണ് ദുൽഖർ സൽമാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം മെയിൻലി ഏറ്റവും കൂടുതൽ ആൾക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയുള്ള കാരണം ഫാൻസ് തന്നെയാണ്. കൂടുതലും ഫാൻസാണ് ആൾക്ക് ഈ മൊത്തത്തിൽ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി നോക്കുന്നത്. ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പുള്ളി ഈ ക്രെഡിറ്റ് എല്ലാം ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മൊത്തത്തിലെ ഈ ഫീമെയിൽ ലീഡ് പടങ്ങളൊക്കെ വരുന്നത് ഓൾറെഡി കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു ഫീമെയിൽ സെൻട്രിക് സൂപ്പർ ഹീറോ പടം വരുന്നത്. ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ അത് വലിയൊരു റിസ്ക് ആണത്. കാരണം ഓൾറെഡി അവർ അത്യാവശ്യം പൈസ മുടക്കുന്നുണ്ട്. 30 കോടിയെന്ന് ഇപ്പം ആൾക്കാർ വെറുതെ ചെറുതാക്കി പറയുമെങ്കിൽ പോലും നമ്മുടെ മലയാളത്തിലൊരു സിനിമയെ നോക്കുമ്പോഴത്തേക്കിനും അതൊരു വലിയ ബഡ്ജറ്റിനാണ് 30 കോടി. അപ്പം അങ്ങനെ ഒരു റിസ്ക് പല പ്രൊഡക്ഷൻ ഹൗസും എടുക്കാൻ വേണ്ടിയിട്ട് മടിച്ച് നിന്നപ്പോഴാണ് ദുൽഖർ ഈ ഒരു പടം ബാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. വെറുതെ ബാക്ക് ചെയ്യുന്നത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ദുൽഖർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കുറെ ക്യാമിയോസ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആയത്. കാരണം പുള്ളിക്ക് അവരെയൊക്കെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നെങ്കിൽ ഇത്രയും ക്യാമിയോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബഡ്ജറ്റിൽ പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഒത്തിരി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. കാരണം ഓൾറെഡി പടത്തിന്റെ ആൾക്കാരായിട്ടുള്ള ഇപ്പോൾ കല്യാണി ആയിക്കോട്ടെ, നിമിഷ് രവി ബ്രോ ആയിക്കോട്ടെ, എല്ലാവരും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദുൽഖർ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന രീതിക്ക് ഈ പടം ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരിക്കലും ക്രെഡിറ്റ് ആൾ അടിച്ചു മാറ്റുവാന്നോ അങ്ങനൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ആൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ക്രെഡിറ്റ് ആണ് ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ആൾക്കാർ കൊടുക്കുന്നുമുണ്ട്. എങ്കിൽ പോലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ കാര്യം ശരിയാണ്, ദുൽഖറിന് കിട്ടുന്ന ക്രെഡിറ്റ് ഒക്കെ ഡിസേർവിംഗ് ആണ്. ബട്ട് പലരും മറന്നു പോകുന്നു പടത്തിന്റെ ഡയറക്ടറെ കുറിച്ച്. പലരും പടത്തിന്റെ ഡയറക്ടറെ അത്ര വേണ്ടത്ര അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ഒന്നും കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. പടം മൊത്തത്തിൽ ദുൽഖറിലേക്ക് ചുരുങ്ങി പോകുന്ന പോലെ തോന്നുന്നു. ഉറപ്പായിട്ടും ദുൽഖർ ഡിസേർവിംഗ് ആണ്. എങ്കിൽ പോലും മറ്റുള്ളവരെ കൂടി അപ്രിഷിയേറ്റ് ചെയ്യാൻ ഒരു മനസ്സ് കാണിക്കുന്ന കുറച്ച് നല്ലതായിരിക്കും തോന്നുന്നു. ഇതിലൊന്നും പെടാത്ത വേറെ ചില ആൾക്കാരുണ്ട്. അവർ കാരണമാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടായതെന്ന് വരെ വാദിക്കുന്ന കുറച്ച് ആൾക്കാർ, അതായത് സോ കോൾ ഫെമിനിസ്റ്റുകൾ. ഇവർ വന്നിട്ട് പറയുന്നത് വെച്ചാൽ ഇവർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സിനിമ വന്നതെന്നാണ്. ഈ ചാനൽ തന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് ഇതേ സെയിം കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്തെന്നുള്ളത് മിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. പല ആൾക്കാരും വേറെ ഏതോ രീതിയിലൊക്കെ ചിന്തിച്ചിട്ടാണ് കമന്റ് ഒക്കെ ഇട്ടത്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ഒരു കാര്യം ഇവർ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടായത്, അല്ലെങ്കിൽ ഇവരുടെ കുറേ നാളത്തെ പരിശ്രമം കൊണ്ടാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടായതെന്നൊക്കെ വന്ന ഓരോ ആൾക്കാർ കമന്റ് ഒക്കെ ഇടുന്ന കണ്ടു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഈ പടങ്ങളൊക്കെ ഹിറ്റായാൽ മാത്രമേ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. അതാണ് ഇവരുടെ പ്രത്യേകത. അതായത് ഒരു ഫീമെയിൽ ലീഡിൽ ഒരു പടം വന്നിട്ട് അത് ഒരു ഹിറ്റായി കഴിഞ്ഞാൽ അത് ഇവരൊക്കെ സംസാരിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു പടം വന്നത്. മറിച്ചൊരു ഫീമെയിൽ ലീഡ് പടം ഇവിടെ വന്നിട്ട് പൊട്ടിയെന്ന് വെക്കുക, അങ്ങനെ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പടം ഇറങ്ങിയത് പോലും ഇവർ അറിയത്തില്ല. അതായത് പടം ഹിറ്റാകുമ്പോഴത്തേക്കിന് അവകാശം പറഞ്ഞു വരുന്ന ആൾക്കാരൊന്നും പടം പൊട്ടുന്ന സമയത്ത് കാണാറില്ല എന്നുള്ള സത്യം. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ലോക പോലൊരു വലിയ സിനിമ വന്നത് ഇത്ര വലിയ ഹിറ്റായപ്പോഴത്തേന് ഇതിന് കുറേ ആൾക്കാർ ഒരു ഫെമിനിസ്റ്റ് ആംഗിൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതേ സമയം നോക്കുകയാണെങ്കിൽ കല്യാണിയുടെ തന്നെ ഒരു പടമുണ്ട്, നമ്മുടെ മൈക്കിൾ ഫാത്തിമ എന്നൊക്കെ പറഞ്ഞൊരു പടം, ഒരു കമൻട്രി ഒക്കെ പറയുന്നത്. ആ പടം ഒരു കൊല്ലം മുമ്പാണ് ഇറങ്ങിയത്. ഒരൊറ്റ കൊല്ലത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ പടം ഒന്നും ഇറങ്ങിയപ്പോൾ ഒന്നും ഇതുപോലെ ആൾക്കാരെ ഒന്നും കണ്ടില്ല. അതും ഫീമെയിൽ ലീഡ് തന്നെയാണ്, വേറെ പടമൊന്നും അല്ല അത്. ഈ പടം ഹിറ്റാകുമ്പോഴത്തേന് മാത്രം വരുന്നത് ശരിയല്ല, അല്ലെങ്കിൽ എല്ലാത്തിനും വരണം. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേക്കിനും അതിൽ ഓൾറെഡി എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും എതിരല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ആഗ്രഹം. വരുമ്പോൾ നല്ല സാധനം വരണം, നല്ല പടങ്ങൾ വരണം. അതിപ്പോൾ പെണ്ണാണേലും ആണാണേലും ആരഭിനയിച്ചാലും നല്ല പടങ്ങൾ വന്നാൽ മതി. പിന്നെ ഇപ്പോൾ ഫീമെയിൽ ലീഡാണെങ്കിലും മെയിൽ ലീഡാണെങ്കിലും നല്ല പടമാണെങ്കിൽ, നല്ല കഥയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പടം നല്ല രീതിക്ക് കയറി പൊക്കോളും. ഇനി ഇതൊന്നും അല്ലാതെ എവിടെയും പെടാത്ത കുറേ ആൾക്കാർ വന്നിട്ട് ഈ പടം പ്രൊപ്പഗാണ്ട പടമാണെന്നൊക്കെ വന്ന് പറയുന്നു. അതായത് പടത്തിൽ ഒരു സീനിൽ
ഒരു രാജാവ് ഒരു അമ്പലം കത്തിക്കുന്ന ഒരു സംഭവം കാണിക്കുന്നില്ലേ, ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇവന്മാരൊക്കെ വന്നിട്ട് പറയുന്നത് പടം ആന്റി ഹിന്ദു പടമാന്നൊക്കെ. എന്തുവാടേ അതിന് ഇവന്മാർ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പടത്തിൽ ഇങ്ങനൊരു സീനുണ്ട്. അത് മാത്രമല്ല, ഈ പടത്തിന്റെ ക്രൂവിൽ നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസറും അതുപോലെ ഡയറക്ടറൊക്കെ വേറെ മതത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പടം ആന്റി ഹിന്ദു പടമാണ്. ഇതുപോലെ കുറെ മണ്ടന്മാരെ ഇങ്ങനെ കുറെ പ്രൊപ്പഗാണ്ട കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട്. കുറെ എക്സിൽ അങ്ങോട്ട് കയറിയിരിക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പടച്ചു വിടും, എന്നിട്ട് അങ്ങ് പറയും ഹിന്ദു വിരുദ്ധതയാണ്. ഇവന്മാരെ പോലെ കുറെ പൊട്ടന്മാര്. അതിലും വലിയ വളിപ്പെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ട് വിശ്വസിക്കാനും മാത്രം അതിലും വലിയ മണ്ടന്മാര് വേറെ ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ എത്ര വലിയ മണ്ടന്മാരാണ് അതൊക്കെ ചെയ്യുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഇതല്ല, ഇതൊക്കെ ചെയ്ത് വിടുന്നമാര് ശരിക്കും ഈ പടം കണ്ടിട്ടാണോ ചെയ്യുന്നത്? അത് ഇനിമാർ കണ്ടിട്ട് ഇവന്മാരത് എങ്ങനെയാണ് ഇതിനകത്ത് ഈ വിരുദ്ധത കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മനസ്സിലാവാത്ത വേറൊരു കാര്യം. ഇവന്മാരെ പോലുള്ളവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു വിലയും കൊടുക്കരുത്, പുച്ഛിച്ച് കളഞ്ഞോളം, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇവനെക്കുറിച്ചൊന്നും കൂടുതൽ കഥയൊന്നും ആൾക്കാർ പറയാത്താണ് നല്ലത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ കുറെ ടീംസ് ഉണ്ട്. നമ്മുടെ മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും. ഇവരാണ് ഏറ്റവും വലിയ വളിപ്പ്. പ്രത്യേകിച്ച് എന്തിനാ അടി ഉണ്ടാകുന്നതൊന്നും അറിയത്തില്ല, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ലോകയുടെ ഒക്കെ വെറുതെ ഏതെങ്കിലുമൊക്കെ പോസ്റ്റൊക്കെ എടുത്തിട്ട് നോക്കിയാൽ മതി. ചുമ്മാ എന്തെങ്കിലും വരലും വന്ന് എന്തെങ്കിലുമൊക്കെ കമന്റ് ഇട്ടിട്ട് പോകും. അതിന്റെ അടിയിലോട്ട് പിന്നെ അങ്ങോട്ട് വന്നാൽ മുട്ടം തെറിയ. ഇതുപോലെ കുറെ അന്തൻ ഫാൻസ് ഉണ്ട്. എല്ലാ ഫാൻസ് ഇതുപോലെയാണല്ല പറയുന്നത്, പക്ഷെ ഇതുപോലെ കുറെ ആൾക്കാരുണ്ട്. എന്തിനാണോ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഒരു സിനിമാ നടന്റെയോ നടിയുടെയോ ഒക്കെ പേരിൽ ഈ സ്വന്തം വീട്ടുകാരെയൊക്കെ അങ്ങോട്ടും ഇവിടെ പറഞ്ഞ് കളിക്കുന്നതിൻ്റെ അകത്ത് ഇവർക്ക് എന്ത് സുഖം അത് കിട്ടുന്നത് എന്നുള്ളത് അറിയത്തില്ല. അതിനും വലിയ വളിപ്പെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ലോകം എന്ന് പറയുന്ന പടത്തിന്റെ പോസ്റ്റുകളുടെയും അതുപോലെ ഈ പടത്തെ സംബന്ധിച്ച് വരുന്ന എന്തെങ്കിലും എഡിറ്റുകളുടെ റീൽസിന്റെ ഒക്കെ കമന്റ് ബോക്സിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഐ മീൻ, ഇത്ര നല്ലൊരു പടം വന്നു, അത് കണ്ട് ആസ്വദിക്കുക, അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വേറെ ആൾക്കാരുടെ പേര് പറഞ്ഞ് അടി ഉണ്ടാക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? ഇതൊരു ഏറ്റവും വലിയ വളിപ്പെന്ന് വെച്ചാൽ ഇവർ രണ്ട് ടീംസിനും പ്രത്യേകത, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടാൻ വേണ്ടി നിൽക്കുവാണ്, കളിയാക്കാൻ വേണ്ടിയിട്ട്. ഒന്നും വേണ്ട, പ്രത്യേകിച്ച് ഒന്നും വേണ്ട, വഴിയെ വേറെ എന്തെങ്കിലും കാര്യം പോയാൽ മതി, അതേ പിടിച്ച് കയറിയിട്ടാണെങ്കിലും കളിയാക്കും, ലാസ്റ്റ് അടിയാവും. ഇവിടെ യൂട്യൂബിലൊക്കെ 1,00,000 മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനൽസ് ഒക്കെ ഉണ്ട്. ഒരു ചെറിയ അവസരം കിട്ടിക്കഴിഞ്ഞ് ഒരു നടനെ കളിയാക്കാൻ വേണ്ടിയുള്ളത്. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നുള്ളതാണ് അവർക്ക് തന്നെ അറിയത്തില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ലൈക്ക് അടിച്ചേക്ക്. പിന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് കമൻറ്റ് ചെയ്യാം. ഐ മീൻ മര്യാദയ്ക്ക്. അപ്പം ശരി, ഓക്കെ, ബൈ.